ഇന്ന് ചെർണോബിൽ ആണവ ദുരന്തത്തിന്റെ 40-ാം വാർഷികമാണ്. 1986 ഏപ്രിൽ 26-നാണ് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ, അതായത് ഇന്നത്തെ യുക്രൈന്റെ ഭാഗമായിരുന്ന ചെർണോബൈൽ ആണവ നിലയത്തിൽ ലോകത്തെ നടുക്കിയ ദുരന്തം സംഭവിച്ചത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും റേഡിയേഷൻ ഭീഷണി വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കും ആദരമർപ്പിച്ച് യുക്രൈനിലും മറ്റു രാജ്യങ്ങളിലും ചടങ്ങുകൾ നടക്കുന്നു. 40 വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്ലാന്റിന് ചുറ്റുമുള്ള എക്സ്ക്ലൂഷൻ സോൺ ഇപ്പോഴും മനുഷ്യവാസത്തിന് യോഗ്യമല്ല. നിലയത്തിലെ 4-ാം നമ്പർ റിയാക്ടറിൽ നടന്ന ഒരു സുരക്ഷാ പരീക്ഷണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. റിയാക്ടറിലെ താപം അനിയന്ത്രിതമായി വർദ്ധിക്കുകയും 2 വലിയ സ്ഫോടനങ്ങൾ സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു. റിയാക്ടറിന്റെ മേൽക്കൂര തകരുകയും അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്തു. ഇത് ഹിരോഷിമയിൽ വീണ ബോംബിനേക്കാൾ ഏകദേശം 400 മടങ്ങ് അധികമായിരുന്നു. സ്ഫോടനത്തിലും തുടർന്നുണ്ടായ റേഡിയേഷൻ ബാധിച്ചും നിരവധി പേർ മരിച്ചു. 10,000-കണക്കിന് ആളുകൾക്ക് പിന്നീട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെട്ടു. നിലയത്തിന് അടുത്തുള്ള പ്രിപ്യാത് നഗരത്തിലെ താമസക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചു. യൂറോപ്പിന്റെ വലിയൊരു ഭാഗത്തേക്ക് ഈ റേഡിയേഷൻ പടരുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്തു.